Hello guys, welcome back to another video. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു വോയിസ് നല്ല ഒരു വോയിസ് മെയിൻറ്റെയിൻ ചെയ്യുക അതിലുള്ള 10 പ്രോ ടിപ്സ് എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പറയാൻ പോകുന്നതാണ്. ഈ 10 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു വോയിസ് കിട്ടും. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ടിപ്പ്, പ്രാക്ടീസ് യോഗ. ഇപ്പോൾ നിങ്ങൾ യോഗ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇൻഹെയിൽ എക്സെയിൽ എന്നൊക്കെ ആ ഒരു പ്രാക്ടീസിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു വോയിസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വോയിസ് യോഗയിൽ കൂടെ കിട്ടും എന്നാണ്. അപ്പോൾ സെക്കൻഡ് ടിപ്പ്, വോയിസ് റെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് വോയിസ് റെസ്റ്റ് എടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പാട്ട് പാടി കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ വോയിസിന് റെസ്റ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി പാട്ടൊന്നും പാടാതിരിക്കുക, കൂടുതൽ സംസാരിക്കാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു റെസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ വോയിസിന്. എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ഷൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങൾ കൂടുതൽ ബഹളം വയ്ക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ടിപ്പിലോട്ട് മൂവ് ചെയ്യാം. തേർഡ് ടിപ്പ് എന്ന് വെച്ചാൽ അവോയ്ഡ് കോൾഡ് ഡ്രിങ്ക്സ്. അപ്പം നിങ്ങൾ കൂടുതൽ തണുത്ത ആഹാരങ്ങൾ, തണുത്ത ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതെന്താണ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വോയിസ് തന്നെയാണ്. വോയിസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ കോൾഡ് ഡ്രിങ്ക്സ് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിച്ചാൽ നിങ്ങൾക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറേ ഉണ്ടാകും. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ഫോർത്ത് ടിപ്പിലോട്ട് മൂവ് ചെയ്യാം. ഫോർത്ത് ടിപ്പ് ഇതാണ്, സ്ലീപ്പ് വെൽ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്ലീപ്പ് ചെയ്താൽ മിനിമം 8 hours സ്ലീപ്പ് ചെയ്താൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനുണ്ട്, അത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കണം നാളെ. അപ്പം നാളെ നിങ്ങൾ ആ പാട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ടിനുള്ള ആ എനർജി, അതിനനുസരിച്ചുള്ള എനർജി ആയിട്ടുള്ള പാട്ടാണെങ്കിൽ ആ പാട്ടനുസരിച്ച് നിങ്ങൾക്ക് നല്ല മൂഡ് കിട്ടും പാടാൻ വേണ്ടി. നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. അപ്പം നിങ്ങൾ നല്ലത് ഉറങ്ങാൻ നോക്കുക. ഈ ഫോർത്ത് ടിപ്പ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ വോയിസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്പല്ല, ഇത് നിങ്ങളെ ആ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്പാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് ആ പാട്ട് പാടാൻ. അപ്പോൾ ഗൈസ്, നമ്മളെ 5ാമത്തെ ടിപ്പ് ഇതാണ്, ചൂസ് ആൻഡ് എക്കോ ഫ്രീ സ്പേസ്. അപ്പം നിങ്ങൾക്കൊരു പാട്ട് പാടണമെങ്കിൽ ഒരു ശാന്തമായ ഒരു മുറി. ഇപ്പോൾ ശാന്തമായ മുറി എന്ന് വെച്ചാൽ ബെഡ്റൂം, ടേബിള്, അങ്ങനത്തെയുള്ള എല്ലാ ഫർണിച്ചറും നിറഞ്ഞ ഒരു റൂം വേണം. എക്കോ കൂടുതൽ പാടില്ലാത്ത ആ ഒരു സ്ഥലം വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത ഒരു മുറിയിൽ നിങ്ങൾ പാട്ട് പാടാൻ ശ്രമിച്ചാൽ പാട്ടിൻ്റെ ക്വാളിറ്റി അത് കുറയും, എക്കോ കൂടുതലാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെ 6ാമത്തെ ടിപ്പ്, അപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്തായാലും പഠിച്ചിരിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കിനെ പറ്റിയുള്ള ഒരുപാട് നോളേജ് കിട്ടും. വോയിസും ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങൾക്ക് വോയിസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു നോളജും വർദ്ധിക്കും. അപ്പോൾ ഗൈസ്, 7th ടിപ്പ് ഇതാണ്, ഡോണ്ട് ഗെറ്റ് ക്യാരീഡ് അവേ. അപ്പം ഈ ടിപ്പ് പറയണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പാട്ട് പാടി, അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു പാട്ട് പാടി, പിന്നെ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 3ാമത്തെ പാട്ട് പാടി. അപ്പോൾ അങ്ങനെ ഓരോരോ പാട്ട് പാടി ആ ദിവസം നിങ്ങൾ ഫുള്ള് പാട്ട് പാടി, അപ്പോൾ ടൈം ഫുള്ള് നിങ്ങൾ വേസ്റ്റ് ആക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വോയിസ് റെസ്റ്റ് എന്നുള്ള ആ ഒരു ടിപ്പ് മാറ്റുകയാണ്. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അത് നിങ്ങൾ ചെയ്യണം, ഒരിക്കലും ശരിയല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് വേദിയിലൊക്കെ പോകാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക, അത് തെറ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ 8ാമത്തെ ടിപ്പ് ഇതാണ്, ഡ്രിങ്ക് ഹോട്ട് വാട്ടർ. വെള്ളം ദിവസത്തിൽ കുറച്ചേ കുടിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ആവരുത്. ഈ ത്രോട്ടിൽ നിങ്ങൾക്ക് ഡ്രൈ അപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഹോട്ട് വാട്ടർ കുടിക്കുക. ഞാൻ എൻ്റെ 3ാമത്തെ ടിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവോയ്ഡ് കോൾഡ് ഡ്രിങ്ക്സ് എന്ന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഡ്രിങ്ക് ഹോട്ട് വാട്ടർ. അപ്പോൾ ഗൈസ്, നമ്മൾ 9ാമത്തെ ടിപ്പ് പറയണമെന്ന് വെച്ചാൽ യൂസ് യുവർ സൂത്തിങ് വോയിസ് വൈൽ ടോക്കിംഗ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് ഷൗട്ട്, നിങ്ങൾ കൂടുതൽ ബഹളം വെക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരടുത്ത് ടോക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു സൂത്തിങ് വോയിസ്, ഇപ്പം ഞാനിപ്പം കുറേ ബഹളം വെച്ച് സംസാരിക്കുകയാണ്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നല്ല നമ്മൾ നോർമൽ വോയിസിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റാണ്. ഇപ്പം അതിങ്ങനെയാണ് അങ്ങനത്തെ ഒരു വോയിസിൽ സംസാരിക്കുക. കൂടുതൽ ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് പറ്റും. അപ്പോൾ സൂത്തിങ് വോയിസിൽ നിങ്ങൾ സംസാരിക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ആ സൂത്തിങ് വോയിസിൽ ടോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്. വോയിസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും എന്നാണ് ഈ ടിപ്പ് പറയുന്നത്. ഇനി നമ്മുടെ 10ാമത്തെ അവസാനത്തെ ടിപ്പ്, ടേക്ക് എ ബ്രേക്ക്. അപ്പം നിങ്ങളൊരു പാട്ട് പാടി,
പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് പാട്ട് പാടാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ആ ഒരാഴ്ചേൻ്റെ അകത്ത് നിങ്ങൾക്ക് നല്ല ഒരു വോയിസ് റെസ്റ്റ് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ അടുത്ത പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ ആ പാട്ടും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നല്ല ഒരു ഇമ്പ്രൂവ് ആയിട്ട് പാടാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു ബ്രേക്ക് എടുക്കാൻ നോക്കുക. നിങ്ങളുടെ വോയിസ് തീർച്ചയായും മെച്ചപ്പെടും എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ 10ാമത്തെ ടിപ്പ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ ഒരു എക്സ്ട്രാ ടിപ്പ് കൂടി തരുകയാണ്. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി അത് കഴിഞ്ഞ് ആ വീട്ടിൻ്റെ അകത്തുള്ള ബാൽക്കണി അല്ലെങ്കിൽ ടെറസ് അവിടെയൊക്കെ പോയി ഒന്ന് ഫ്രഷ് എയർ ഒന്ന് ഇൻഹേൽ ചെയ്യുക, എക്സൈൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പം വീണ്ടും ഒരു ടിപ്പ് തരാം. അപ്പോൾ നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് പാടുന്ന മുൻപേ ഇപ്പം ഇങ്ങനെ ഒരിക്കലും ആക്കരുത്. അത് നിങ്ങളെ വോയിസ് ചീത്തയാക്കാനാണ് ചാൻസ്. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അത് നന്നാക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പോകില്ല. അപ്പോൾ പറയാൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക, ബെൽ നോട്ടിഫിക്കേഷനോട് ഓൺ ആക്കിയേക്കുക. Wraytzew ലോഗിങ്.